ഹായ്, ഗുഡ് ഈവനിങ് എവരിബഡി. ഓ എവറിബഡി. അപ്പോ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു. ഒരു സംഭവ ബഹുലമായ വീഡിയോ ആണ്. അയ്യോ എന്റെ പൊന്നാര ആമവായി അമ്മച്ചി, നീ കാണുന്ന വീഡിയോ എല്ലാം സംഭവ ബഹുലമായ വീഡിയോ ആയിരിക്കും. അതിപ്പോ പ്രത്യേകിച്ച് എടുത്തു പറയുന്നു വേണ്ട, കാര്യം പറ. സംഘപരിവാരത്തിനൊഴികെ നിങ്ങൾ വോട്ട് ചെയ്തോളിൻ. കേട്ടല്ലോ, സംഘപരിവാരത്തിനൊഴികെ സംഘപരിവാരത്തിനൊഴികെ സംഘപരിവാരത്തിനൊഴികെ. എന്റെ പൊന്നാര ആമവായി അമ്മച്ചി, നിനക്കെന്താ പ്രാന്താണടി ഈ തന്നെ പറഞ്ഞോണ്ടിരിക്കണത്? ബാക്കി പറ. സംഘപരിവാറിനൊഴികെ. രാവിലെ തന്നെ കിടന്നുറങ്ങിക്കൊണ്ട് രാവിലെ എണീറ്റിട്ട് ഈ കുത്തിത്തിരിപ്പുമായിട്ട് വരാതെ രാവിലെ എണീച്ചിട്ട് കുളിച്ച് പല്ല് തേച്ച് നാക്ക് പഠിക്കണം. എന്നാലേ അക്ഷരസ്ഫുടത ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, നാക്ക് കുളിക്കിപ്പോ. എന്റെ പൊന്നാരാമവായ അമ്മച്ചി, പറയാൻ വന്ന കാര്യം പറ. സംഘപരിവാരത്തിനൊഴികെ വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സംഘപരിവാർ അല്ലേ ഇപ്പോ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത്? സംഘപരിവാറാണ് ഇന്ത്യ ഭരിക്കുന്നതെന്ന് വെച്ചിട്ട് എന്താ അമ്മച്ചിയെ, ആമവായ അമ്മച്ചിയെ? കുനിഞ്ഞു നിന്ന് കൊടുത്താൽ അത് നീ പോയി കുനിഞ്ഞു നിന്ന് കൊടുത്താൽ മതി. നിനക്കാണെങ്കിൽ കുനിഞ്ഞു നിന്ന് കൊടുത്ത് നല്ല പരിചയം ഉണ്ടല്ലോ, അത് നീ പോയി കൊടുത്താൽ മതി. നീ ചിലക്കാതെ കാര്യം പറ ആമവായ അമ്മച്ചിയെ. ആ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നതിന്റെ കീഴെയല്ലേ ഈ പറയുന്ന ഊശാന്താടി താമസിക്കുന്നത്? ഈ ഊശാന്താടിയും വെച്ചിട്ട് പാവം മദ്രസയിൽ വരുന്ന കുഞ്ഞു മക്കളെ അടക്കം, ഞാൻ ഈ വയസ്സിനിടയ്ക്ക് എന്തുമാത്രം കുഞ്ഞുങ്ങളെയാണോ പീഡിപ്പിച്ച് ദേ ഇന്നാളെങ്ങാണ്ടാണ് ഒരു പൊന്നു കൊച്ച്. എന്റെ പൊന്നാര അമ്മച്ചിയെ, നാറവായി അമ്മച്ചിയെ, ആമവായി അമ്മച്ചിയെ, നിന്നെപ്പോലുള്ള നാറച്ചികൾ ഏതെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയത്തിനെ തെന്നിമാറിക്കൊണ്ട് മദ്രസാധ്യാപകന്മാര് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നാണം കെടുത്തുന്ന ആ നാറിയ പരിപാടി ഉണ്ടല്ലോ, അത് നിന്നെപ്പോലുള്ള നാറച്ചികൾക്ക് സ്ഥിരം പല്ലവിയാണ്. ഞങ്ങൾക്ക് അറിയാം പൊന്നാര ആമവായി അമ്മച്ചിയെ. ഇത്രയും ഗ്യാരണ്ടിയോടെ ഇത്രയും ഉറപ്പോടുകൂടി നീ മദ്രസാധ്യാപകന്മാർ പീഡിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ നിന്നെയാണോ അവർ പീഡിപ്പിച്ചത്? അതോ അവർ പീഡിപ്പിക്കുന്ന സമയത്ത് നീയാണോ അവർക്ക് വിളക്ക് പിടിച്ചു കൊടുത്തത്? അത് കാവലിൽ നിന്ന് കൊടുത്തത് നീയാണോ നാറവായി അമ്മച്ചിയെ? നിന്റെ അണ്ടിമുഖ ശാഖയിലെ കുണ്ടസംഖ്യയുടെ പീഡന കഥ കേട്ടാ നീ അവിടെ നിന്ന് മുള്ളും. അതെനിക്കറിയോ. 6 വയസ്സായ ഒരു മുസ്ലിം പെൺകുട്ടി അമ്പലത്തിനകത്ത് വെച്ച് 6 ദിവസം പീഡിപ്പിച്ച് 6-ാം ദിവസം കൊന്ന ചരിത്ര കഥ നിനക്കറിയോ? ആടിനും പശുവിനും നിന്റെ അണ്ടിമുഖ ശാഖയിലെ കുണ്ടസംഖ്യയെ പീഡിപ്പിക്കുന്ന കഥ നിനക്കറിയോ? ആൺകുട്ടീനെ പീഡിപ്പിക്കുന്ന ചരിത്രം അറിയോ? ഷാഗിൽ പഠിക്കാൻ പോയ ഒരു ആൺകുട്ടിയെ പീഡനം സഹിക്കാൻ വയ്യാതെ ആ ആൺകുട്ടി ലെറ്റർ എഴുതി വെച്ചിട്ട് സൂസൈഡ് ചെയ്ത കഥ നിനക്കറിയോ? ആമവായി അമ്മച്ചി, വിദേശത്തിലിരുന്ന് ഏതോ അറബിയുടെയോ സാഹിബിന്റെയോ എല്ലും കഷ്ണം നക്കി തിന്നിട്ട് അത് എല്ലിന്റെ ഇടയിൽ കുത്തുമ്പോ അവിടെ ഇരുന്നു കൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ നോക്കിയിട്ട് നിന്റെ ഒരു ദൂരം പരദൂഷണം പറിച്ചിലും കൊഞ്ഞനം കുത്തിലുണ്ടല്ലോ, 4 ആക്കി മടക്കി നിന്റെ കക്ഷത്ത് വെച്ചാൽ മതി നാറവായി അമ്മച്ചിയെ. എനിക്ക് പൂതമേ വിടുന്നു.